ശബ്ദം കേട്ടപ്പോൾ രാജവെമ്പാല ഊണുമേശയ്ക്കടിയിൽ നിന്നും മുന്നോട്ടാഞ്ഞു. വനംവകുപ്പ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് എന്തിനും തയ്യാറായി വീടിനുള്ളിലുണ്ട്. പത്തനംതിട്ട കോന്നി ആനക്കുത്തിയിൽ തോമസ് എബ്രഹാമിന്റെ വീട്ടിലെ ഊണുമേശയ്ക്കടിയിലാണ് രാജവെമ്പാലയെ കണ്ടത്. പഠിച്ച പണി 18 നോക്കിയിട്ടും പിടികൊടുക്കാൻ രാജവെമ്പാല തയ്യാറായില്ല. ആദ്യം ചേരയാണെന്നാണ് വീട്ടുകാർ കരുതിയത്. ചീറ്റിക്കൊണ്ട് 4 അടിയോളം ഉയർന്നപ്പോഴാണ് ആൾ ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായത്. വീട്ടുകാരുടെ ഫോണാണെങ്കിൽ ഊണുമേശയുടെ മുകളിലുമായി പോയി. പാമ്പ് ചീറ്റിയപ്പോൾ തങ്ങൾ പുറത്തേക്ക് ഓടിപ്പോയെന്ന് തോമസ് എബ്രഹാമിന്റെ ഭാര്യ മിനി പറഞ്ഞു. പിന്നെ അവിടെ ചെന്ന് ഞാൻ ശാലം മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കട്ടിൽ ഇതിന്റെ കീഴിൽ നിന്ന് അങ്ങ് ഇറങ്ങി അങ്ങ് കട്ടിൽ ഇതേലെല്ലാം അങ്ങ് കയറുക, കശേരയിലും കിടന്ന് ഓടുക. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, സ്പ്രേ ചെയ്യുമായിരുന്നേ. സ്പ്രേ ചെയ്ത് അതിൻ്റെ അവിടോട്ട് പോകാതിരുന്നേ ഞാനത് തുറന്നേച്ച് കയ്യിൽ ഒഴിച്ചോണ്ട് ഇച്ചിരി ഇങ്ങനെ ആ വാതിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒഴിക്കുകയും ഇത് എൻ്റെ കിളരത്തിലങ്ങ് കിളന്നേച്ച് പത്തി വിടർത്തിയപ്പോൾ ഞാൻ അലറിക്കൊണ്ട് പറഞ്ഞു ഇത് മൂർഖനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങി അടുക്കള വഴി കൂടെ ഇറങ്ങി ഓടി റോഡിൽ പോയി മെമ്പറെയൊക്കെ ഇങ്ങനെ വിളിക്കാൻ പോവാൻ. ഞങ്ങളുടെ ഫോൺ അന്നേരം ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുക, അതുകൊണ്ട് ഫോൺ എടുക്കാനും പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ടെൻഷൻ അടിച്ച് പിന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്ന് പിടിച്ചു. ഒടുവിൽ കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സ് രാജവെമ്പാലയെ പിടികൂടി. വീടിന്റെ മുന്നിലെ വാതിലൂടെയാണ് രാജവെമ്പാല മുറിക്കകത്ത് പ്രവേശിച്ചത്. 9 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് പിടികൂടിയത്. റിപ്പോർട്ടർ, പത്തനംതിട്ട.